മജ്ജ്ഹിമ നികായ 76 സണ്ടകസൂത്ത്. ഈ സൂത്രത്തിൽ ആയുഷ്മാൻ ആനന്ദനും അതേപോലെ തന്നെ പരിവ്രാജകൻ സണ്ടകനും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ ശ്രവിക്കുന്നത്. ആധ്യാത്മിക ജീവിതത്തിന് വിരുദ്ധമായിട്ടുള്ള 4 കാര്യങ്ങൾ, അതുകൂടാതെ നമ്മൾക്ക് ആശ്രയിക്കാൻ സാധിക്കാത്ത 4 തരത്തിലുള്ള ആധ്യാത്മിക മാർഗങ്ങൾ, ഇവയെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. 2600 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരുപാട് ദർശനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി അറിയാൻ തീർച്ചയായിട്ടും ഈ സൂത്രം നമ്മൾക്ക് ഉപകാരപ്പെടും. ഞാനിങ്ങനെ കേട്ടു, ഭഗവാൻ ഒരിക്കൽ കോസംബിയിൽ വിഹരിക്കുകയായിരുന്നു, ഗോസിതൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് പരിവ്രാജകനായിട്ടുള്ള സണ്ടകൻ പിലഖ ഗുഹയിൽ വിഹരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം 500 ഭിക്ഷുക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സായാഹ്ന സമയത്ത് ആയുഷ്മാൻ ആനന്ദൻ തൻ്റെ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. അതിനുശേഷം ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു, മിത്രങ്ങളെ, നമുക്ക് ദേവഗത കുളത്തിന് അടുത്തുള്ള ഗുഹ കാണാൻ നമ്മൾക്ക് പോകാം. ശരി മിത്രമേ എന്ന് ആ ഭിക്ഷുക്കൾ ആയുഷ്മാൻ ആനന്ദന് പ്രത്യുത്തരം കൊടുത്തു. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ഒരുപാട് ഭിക്ഷുക്കളും ഒത്ത് ദേവഗത കുളത്തിന് അടുത്തേക്ക് പോയി. ആ സമയത്ത് സണ്ടകൻ ഒരുപാട് ഭിക്ഷു സംഘങ്ങളും ഒത്ത് ഇരിക്കുകയായിരുന്നു. എന്നിട്ട് എല്ലാ തരത്തിലുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അതുമൂലം അവിടെ വലിയ ശബ്ദ കോലാഹലം, ബഹളം നടക്കുകയായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ആ സംഭാഷണങ്ങൾ തന്നെയാണ് ഇന്നും എല്ലായിടത്തും നടക്കുന്നത് എന്ന് നമ്മൾക്ക് താഴെ പറയുന്ന കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിരിക്കും. ഇതിൽ പറഞ്ഞുള്ള ഏതെങ്കിലും ഒരു സംഭാഷണമായിരിക്കും ഇന്നും 2 പേർ കൂടുമ്പോൾ സംഭവിക്കുന്നത്. അതിനെയാണ് മിഥ്യാഭാഷണം എന്ന് പറയുന്നത്, ആവശ്യമില്ലാത്ത സംസാരം. ഇത് ഒരു അകുശല ധർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ആ സംഭാഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാജകഥം, ചോരകഥം, മഹാമത്തകഥം, സേനാകഥം, ഭയകഥം, യുദ്ധകഥം, അന്നകഥം, പാണകഥം, വത്തകഥം, സൈനകഥം, മാലാകഥം, ഗന്ധകഥം, ജ്ഞാതികഥം, ജ്ഞാനകഥം, ഘാമകഥം, നിഗമകഥം, നഗരകഥം, ജനപദകഥം, ഇത്തികഥം, സൂരകഥം, വിസീഖാകഥം, കുംഭഠാനകഥം, പുബ്ബപേതകഥം, ജ്ഞാനത്തകഥം, ലോകഖായികം, സമുദ്ദഖായികം, ഇതി ഭവാഭവ കഥം ഇതിവ. രാജാക്കന്മാരെ പറ്റിയുള്ള കഥകൾ, കൊള്ളക്കാരെ പറ്റിയുള്ള കഥകൾ, മന്ത്രിമാരെ പറ്റിയുള്ള കഥകൾ, സേനകളെ പറ്റിയുള്ള കഥകൾ, ഭയത്തെ പറ്റിയുള്ള കഥകൾ, യുദ്ധത്തെ പറ്റിയുള്ള കഥകൾ, ഭക്ഷണത്തെക്കുറിച്ചുള്ള കഥകൾ, പാനീയത്തെക്കുറിച്ചുള്ള കഥകൾ, വസ്ത്രങ്ങളെക്കുറിച്ചുള്ള കഥകൾ, കിടക്കകളെക്കുറിച്ചുള്ള കഥകൾ, പൂമാലകളെക്കുറിച്ചും സുഗന്ധങ്ങളെക്കുറിച്ചും ഉള്ള കഥകൾ, കുടുംബങ്ങളെക്കുറിച്ചുള്ള കഥകൾ, വണ്ടികളെക്കുറിച്ചുള്ള കഥകൾ, ഗ്രാമങ്ങളെപ്പറ്റി, ജില്ലകളെപ്പറ്റി, നഗരങ്ങളെപ്പറ്റി, രാജ്യങ്ങളെപ്പറ്റിയുള്ള കഥകൾ, സ്ത്രീകളെയും അതേപോലെ തന്നെ നായകന്മാർ അല്ലെങ്കിൽ ഹീറോമാരെക്കുറിച്ചുള്ള കഥകൾ, വഴിയെക്കുറിച്ചുള്ള കഥകൾ, കിണറിനെക്കുറിച്ചുള്ള കഥകൾ, മരിച്ചവരെക്കുറിച്ചുള്ള കഥകൾ, അസംബന്ധമായിട്ടുള്ള കഥകൾ, കരകളെക്കുറിച്ചും സമുദ്രത്തെക്കുറിച്ചും ഉള്ള കഥകൾ, ഈ ഭാവത്തിൽ അല്ലെങ്കിൽ ആ ഭാവത്തിൽ ജനിക്കുന്നതിനെ കുറിച്ചുള്ള കഥകൾ. ഇപ്രകാരത്തിലുള്ള സംഭാഷണമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രകാരത്തിലുള്ള മിഥ്യാഭാഷണമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇന്നും ആൾക്കാർ ഇതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും ഇന്നും ആൾക്കാർ സംസാരിക്കുന്നത്. പണ്ട് രാജാക്കന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഗവൺമെൻറ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുക. പണ്ട് മന്ത്രിമാരെക്കുറിച്ച് പറഞ്ഞു, ഇന്ന് നമ്മൾ മന്ത്രിമാരെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് ഭഗവാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഇത്തരം കഥകൾ പറഞ്ഞ് നമ്മുടെ സമയം ചെലവഴിക്കരുത്, സമയം വളരെ വിലപ്പെട്ടതാണ്. ഒരു ഭിക്ഷു 2 കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. ഒന്നുകിൽ മൗനമായിരുന്ന് സാധന ചെയ്യണം, അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ കഥ പറയണം. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഒരു ഭിക്ഷുവിന് അനുവദനീയം എന്നാണ് ഭഗവാൻ ഒരിടത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ സമയം കൊല്ലാനുള്ള സംഭാഷണം എന്ന് പറയുന്നത് തീർത്തും വർജ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അകുശല ധർമ്മമാണ്, അതായത് പാപധർമ്മമാണ്. അപ്പോൾ സണ്ടകൻ എന്ന പരിവ്രാജകൻ ആയുഷ്മാൻ ആനന്ദൻ ദൂരത്തുനിന്ന് തന്നെ വരുന്നത് കണ്ടു. എന്നിട്ട് തൻ്റെ സമൂഹത്തെ നിശബ്ദമായിരിക്കാൻ നിർദ്ദേശിച്ചു. പ്രിയ മിത്രങ്ങളെ, മൗനരായിരിക്കൂ, ശബ്ദം ഒന്നും തന്നെ ഉണ്ടാക്കരുത്. ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനായിട്ടുള്ള ആയുഷ്മാൻ ആനന്ദൻ വരുന്നുണ്ട്.
കോസംബിയിൽ താമസിക്കുന്ന ശ്രമണ ഗൗതമൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് ആയുഷ്മാൻ ആനന്ദൻ. ആ തരത്തിലുള്ള ആയുഷ്മാന്മാർ മൗനമായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. മൗനമായിരിക്കാൻ പഠിച്ചവരാണ്. മൗനത്തെ അവർ പ്രശംസിക്കുന്നു. ഒരുപക്ഷെ നമ്മളുടെ ഈ സമൂഹം മൗനമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇവിടേക്ക് വരുവാൻ അദ്ദേഹം ആഗ്രഹിച്ചേക്കാം. അപ്പോൾ ആ പരിവ്രാജകന്മാർ എല്ലാം തന്നെ മൗനന്മാരായിട്ടായിരുന്നു. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ പരിവ്രാജകനായിട്ടുള്ള സന്തകൻ്റെ അടുത്ത് പോയി. അപ്പോൾ സണ്ടകൻ ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു, ആനന്ദശാസ്ത വന്നാലും ആനന്ദശാസ്താവിന് സ്വാഗതം. താങ്കൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് കാലമായി. ആനന്ദശാസ്താവെ ഇരുന്നാലും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാണ്. ആയുഷ്മാൻ ആനന്ദൻ വിരിച്ചു വച്ചിരിക്കുന്ന ആ ആസനത്തിൽ ഇരുന്നു. അപ്പോൾ സണ്ടകൻ ആയുഷ്മാൻ ആനന്ദനേക്കാളും താഴ്ന്ന ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ സന്തകനോട് ഇങ്ങനെ പറഞ്ഞു, സണ്ടക, നിങ്ങൾ ഇപ്പോൾ എന്താണ് ഇരുന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നത്? നിങ്ങളുടെ ഏത് സംസാരമാണ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയത്? ആനന്ദഗുരു, ഞങ്ങൾ ഇതുവരെ ഇരുന്ന് അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ല. പിന്നീട് അതേക്കുറിച്ച് അറിയാൻ താങ്കൾക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആയുഷ്മാൻ ആനന്ദൻ അദ്ദേഹത്തിൻ്റെ തന്നെ ധർമ്മത്തെപ്പറ്റി ഒരു സംഭാഷണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ സണ്ടക, ഇതിനെപ്പറ്റി കേൾക്കുക, താങ്കളുടെ മനസ്സിനെ ഇതിൽ അർപ്പിക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് സണ്ടകൻ പ്രത്യുത്തരം കൊടുത്തു. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ഇങ്ങനെ പറഞ്ഞു, സണ്ടക, ഈ 4 കാര്യങ്ങളെക്കുറിച്ച് ആ ഭഗവാൻ അദ്ദേഹം എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്. അദ്ദേഹം ഈ 4 കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. ആധ്യാത്മിക ജീവിതത്തിന് വിരുദ്ധമായിട്ടുള്ള 4 കാര്യങ്ങൾ, വിശ്വാസയോഗ്യം അല്ലാത്ത 4 ആധ്യാത്മിക പാതകൾ, അല്ലെങ്കിൽ 4 ബ്രഹ്മചര്യ ജീവിതം. അറിവുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കരുത്. അഥവാ അവർ അതിൽ അഭ്യസിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും കുശലധർമ്മത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. എങ്കിൽ ആനന്ദശാസ്ത്ര, ആ ഭഗവാൻ അദ്ദേഹം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു, അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ 4 കാര്യങ്ങൾ, ബ്രഹ്മചര്യ ജീവിതത്തിന് വിരുദ്ധമായിട്ടുള്ള 4 കാര്യങ്ങൾ, അതേപോലെ തന്നെ ബ്രഹ്മചര്യ ജീവിതത്തിൽ വിശ്വാസയോഗ്യമല്ലാതിരിക്കാൻ ഉള്ള 4 കാരണങ്ങൾ, ഇത് ഏതെല്ലാമാണ്? സണ്ടക, ഒരു ഗുരുവിൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹം ഇപ്രകാരമുള്ള വാദം, ഇപ്രകാരമുള്ള ദിട്ടി വയ്ക്കുന്ന ആളാണ്. വാദം എന്ന് പറയുന്ന സമയത്ത് തൻ്റെ അഭിപ്രായം, ദിട്ടി എന്ന് പറയുന്ന സമയത്ത് ദർശനം അല്ലെങ്കിൽ ഫിലോസഫി എന്നൊക്കെ നമ്മൾക്ക് പറയാം. ദാനത്തിൽ, യജ്ഞത്തിൽ, ദക്ഷിണയിൽ യാതൊരുവിധ അർത്ഥവുമില്ല. പുണ്യം, പാപം തുടങ്ങിയ കർമ്മങ്ങൾ കൊണ്ട് യാതൊരുവിധ ഫലവും ലഭിക്കില്ല. പരലോകം എന്ന ജീവിതമില്ല, അതായത് മരണശേഷം വേറൊരു ജീവിതമില്ല. അച്ഛൻ, അമ്മ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൂടാതെ ഓപപാതികോ ആയിട്ടുള്ള ജന്മം ഇല്ല. അതായത് ചില പ്രാണികൾ ഗർഭത്തിലൊന്നും വരാതെ തന്നെ മരിച്ച ഉടനെ ഡയറക്റ്റായിട്ട് പോയിട്ട് ജനിക്കുന്ന സംഭവങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നരകത്തിലെ ജീവികൾ, അതേപോലെ തന്നെ ബ്രഹ്മലോകത്തിലെ ജീവികൾ. അതുകൂടാതെ ഇവിടെ അത്തരം ശ്രമണ ബ്രാഹ്മണന്മാർ ഒന്നും തന്നെ ഇല്ല. അവർ സ്വന്തം ദർശനത്താൽ ഒരിക്കലും പരലോകത്തെപ്പറ്റി കണ്ടിട്ടില്ല. അതുകൂടാതെ ശരിയായിട്ടുള്ള അഭ്യാസം ചെയ്യുന്ന ശ്രമണ ബ്രാഹ്മണരും ഇവിടെ ഇല്ല. ഈ വ്യക്തി 4 മഹാഭൂതങ്ങളാൽ ഉണ്ടായതാണ്. അതായത് ഭൂമിധാതു, അഗ്നിധാതു, ജലധാതു, വായുധാതു. അവർ മരിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിലുള്ള ഭൂമിധാതു പുറത്തുള്ള ഭൂമിധാതുവിൽ വിലയം പ്രാപിക്കുന്നു. അവർ മരിക്കുന്ന സമയത്ത് അവരിലുള്ള ജലധാതു പുറത്തുള്ള ജലധാതുവിൽ വിലയം പ്രാപിക്കുന്നു. അവർ മരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള അഗ്നിധാതു പുറത്തുള്ള അഗ്നിധാതുവിൽ വിലയം പ്രാപിക്കുന്നു. അവർ മരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള വായുധാതു പുറത്തുള്ള വായുധാതുവിൽ വിലയം പ്രാപിക്കുന്നു. അവരുടെ ഇന്ദ്രിയങ്ങൾ ആകാശത്തിൽ വിലയം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ലയിച്ചു പോകുന്നു. 4 പേർ ചേർന്ന് ആ വ്യക്തിയുടെ ശവശരീരത്തെ ഒരു ശവമഞ്ചത്തിൽ ചുമന്നുകൊണ്ടുപോകുന്നു. അവരുടെ കാൽപാദങ്ങളുടെ ദിശ കാണിക്കുന്നത് ശ്മശാനത്തെയാണ്. അവിടെ അവരുടെ എല്ലുകൾ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു.
അവിടെ കൊടുക്കുന്ന ആഹുതി അതുമൂലം ഭസ്മമായിട്ട് തീരുന്നു. ദാനം പുണ്യമാണ് എന്ന് പറയുന്നത് മൂഢന്മാരുടെ തത്വശാസ്ത്രമാണ്. ആരെങ്കിലും ആസ്തികവാദം ചെയ്യുകയാണ്, അതായത് ദൈവമുണ്ട് എന്നുള്ള കാര്യം എല്ലാം പറയുകയാണ്, അല്ലെങ്കിൽ പുനർജന്മമുണ്ട് എന്ന് പറയുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇത് പൊള്ളയായിട്ടുള്ള നുണയായിട്ടുള്ള വാദമാണ്. പണ്ഡിതനായാലും അതേപോലെ തന്നെ മൂഢനായിട്ട് കഴിഞ്ഞാലും അവൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ ശരീരം പരിപൂർണമായിട്ടും ഇല്ലാതാവുന്നു. അതുപോലെ അവരും മരണശേഷം പരിപൂർണമായിട്ടും ഇല്ലാതാവുന്നു. അവർക്ക് മരണശേഷം വേറൊരു ജീവിതമില്ല. ഇതിനെ നമുക്ക് ചാർവാകൻ്റെ സിദ്ധാന്തമായിട്ട് എടുക്കാം. അതായത് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ അവസാനിക്കുന്നു, ഭൂമിയിലുള്ള ജീവിതം മാത്രമാണ് ഉള്ളത്, നമ്മൾ കാണുന്ന ജീവിതം മാത്രമേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ പുണ്യമോ പാപമോ ഫലമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്ന യുക്തിവാദികളുടെ ഒരു വാദമാണ് ഇത്. സണ്ടക ജ്ഞാനിയായിട്ടുള്ളൊരു വ്യക്തി ഈ കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും. ഈ ഗുരുവിന് ഇങ്ങനെയുള്ള വാദമാണ് ഉള്ളത്, ഇങ്ങനെയുള്ള ദർശനമാണ് ഉള്ളത്. ഇനി മുകളിൽ പറഞ്ഞ എല്ലാം ആവർത്തിക്കുകയാണ്. ദാനത്തിന്, ദക്ഷിണയ്ക്ക്, യജ്ഞത്തിന് യാതൊരുവിധ ഫലവുമില്ല, പുണ്യം പാപം തുടങ്ങിയ കർമ്മങ്ങളൊന്നുമില്ല, പരലോക ജീവിതം ഇല്ല, അച്ഛൻ അമ്മ എന്ന കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ പരലോകത്തെപ്പറ്റി കണ്ട ഒരു ശ്രമണന്മാരോ ബ്രാഹ്മണന്മാരോ ആരും തന്നെ ഇല്ല. ഈ ശരീരം 4 മഹാഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. മരിച്ചതിന് ശേഷം ഓരോ മഹാഭൂതവും അതാത് മഹാഭൂതത്തിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. അവരുടെ ഇന്ദ്രിയങ്ങൾ ആകാശത്തിൽ വിലയം പ്രാപിക്കുന്നു. ദാനത്തിന് യാതൊരുവിധ ഫലവുമില്ല. ആസ്തിക വിശ്വാസം എന്ന് പറയുന്നത് മൂഢമായിട്ടുള്ള വിശ്വാസമാണ്. പണ്ഡിതനായാലും അതേപോലെ തന്നെ മൂഢനായി കഴിഞ്ഞു കഴിഞ്ഞാലും മരിക്കുന്നതോടുകൂടി അവർ ഇല്ലാതാവുന്നു. മരിച്ച ശേഷം അവർക്ക് യാതൊരുവിധ ജീവിതവുമില്ല. ഇതാണ് ആ ഗുരുവിൻ്റെ വാദം അല്ലെങ്കിൽ ദർശനം. ആ ഗുരുവിൻ്റെ ദർശനം സത്യമാണ് എങ്കിൽ ഈ ദർശനത്തിൽ പൂർണ്ണത പ്രാപിക്കാത്ത ഞാനും ഈ ദർശനത്തിൽ പൂർണ്ണത പ്രാപിച്ച ആ ഗുരുവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഫലം തന്നെയാണ് ലഭിക്കുക. എന്നിരുന്നു കഴിഞ്ഞാലും ഞാനിങ്ങനെ പറയുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇല്ലാതാകപ്പെടുന്നു, ഞങ്ങൾ പരിപൂർണമായിട്ടും നഷ്ടപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നില്ല. മരിച്ച ശേഷം നമ്മൾ ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പിന്നെ ഈ ഗുരു എന്തിനാണ് നഗ്നനായിക്കൊണ്ട് നടക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഈ ഗുരു തല മൊട്ടയടിച്ചിരിക്കുകയാണ്, കുന്തിച്ചിരിക്കുന്ന അഭ്യാസം ചെയ്യുന്ന വ്യക്തിയാണ്. അവരുടെ തലമുടിയെയും അതേപോലെ തന്നെ താടിരോമങ്ങളെയും കൈകൊണ്ട് പറിച്ചു കളയുന്ന വ്യക്തിയാണ്. എന്നാൽ ഞാനാകട്ടെ കുടുംബജീവിതത്തിൽ കുട്ടികളോടൊത്ത് കഴിയുന്ന വ്യക്തിയാണ്. കാശിയിൽ നിന്ന് വരുത്തിയ ചന്ദനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ട്, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്, എന്നെ തന്നെ ഞാൻ സുന്ദരനാക്കാറുണ്ട്. അതുകൂടാതെ സ്വർണവും ധനവും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ അടുത്ത ജീവിതത്തിൽ എനിക്കും ആ ഗുരുവിനും ഒരേ ഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ ഗുരുവിൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താണ് അറിയാൻ പോകുന്നത്, എന്താണ് കാണാൻ പോകുന്നത്? അത് ആ ബ്രഹ്മചര്യ ജീവിതത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ബ്രഹ്മചര്യ ജീവിതത്തിന് ഗുണമില്ലാതാക്കുന്ന കാര്യമാണ്. ഇത് മനസ്സിലാക്കിയതുകൊണ്ട് അവർ ആ ബ്രഹ്മചര്യ ജീവിതത്തിൽ താല്പര്യമില്ലാതെ അതിനെ ഉപേക്ഷിക്കുന്നു. ഇതാണ് ബ്രഹ്മചര്യ ജീവിതത്തെ ഒരു വ്യക്തി ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ആദ്യത്തെ കാരണം. ഇതിനെപ്പറ്റിയാണ് അർഹന്തനായിട്ടുള്ള സമ്മാസമ്പുദ്ധനായിട്ടുള്ള എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. സണ്ടക, ഇനി നമ്മൾക്ക് മറ്റൊരു ഗുരുവിൻ്റെ വാദം അല്ലെങ്കിൽ ദർശനമെടുക്കാം. ഏതെങ്കിലും വ്യക്തി മറ്റുള്ളവരെ ശിക്ഷിക്കുകയാണ്, അവർക്ക് അംഗവിച്ഛേദം വരുത്തുകയാണ്, അവരെ ദ്രോഹിക്കുകയാണ്, അവരെ കഷ്ടപ്പെടുത്തുകയാണ്, അവരെ അമർത്തുകയാണ്, അവരെ ഭയപ്പെടുത്തുകയാണ്, മറ്റുള്ളവരെയും അതിന് പ്രേരിപ്പിക്കുന്ന സമയത്ത് ആ വ്യക്തി ഒരു തെറ്റും ചെയ്യുന്നില്ല. അവർ കൊല്ലുകയോ മോഷ്ടിക്കുകയോ ഭവനഭേദനം നടത്തുകയോ സ്വത്തുക്കളെ കൊള്ളയടിക്കുകയോ ഒറ്റയ്ക്ക് നിൽക്കുന്ന വീടുകളിൽ നിന്ന് മോഷണം നടത്തിക്കഴിഞ്ഞാലോ റോഡുകളിൽ കൊള്ളയടിക്കുകയാണെങ്കിലോ വ്യഭിചാരം ചെയ്യുകയാണെങ്കിലോ നുണ പറയുകയാണെങ്കിലോ ഇതെല്ലാം ചെയ്യുകയാണെങ്കിലും ആ വ്യക്തി ഒരു തെറ്റും ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരെയും വളരെ മൂർച്ചയുള്ള ഒരു ചക്രായുധം കൊണ്ട് അരിഞ്ഞു വീഴ്ത്തി മാംസകഷ്ണമാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അതുമൂലം നിങ്ങൾക്ക് ഒരു പാപവും ഉണ്ടാകുന്നില്ല, ഒരു പാപത്തിൻ്റെ ഫലവും ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഗംഗയുടെ കിഴക്കേ കരയിൽ പോയി പ്രാണികളെ കൊല്ലുകയാണ്, അംഗവിച്ഛേദം നടത്തുകയാണ്, അവരെ ദ്രോഹിക്കുകയാണ്.
മറ്റുള്ളവരെയും അതേപോലെ തന്നെ കൊല്ലാനും അംഗവിച്ഛേദം നടത്താനും അതേപോലെ തന്നെ ഉപദ്രവിക്കാനും പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതുമൂലം യാതൊരുവിധ പാപവും ഉണ്ടാകുന്നതല്ല, പാപത്തിൻ്റെ ഫലവും ഉണ്ടാകുന്നതല്ല. ഇനി നിങ്ങൾ ഗംഗയുടെ വടക്കേ തടത്തിൽ പോവുകയാണ്. എന്നിട്ട് അവിടെ നിങ്ങൾ യജ്ഞം ചെയ്യുകയാണ്, ദാനം ചെയ്യുകയാണ്. മറ്റുള്ളവരെയും യജ്ഞത്തിനും ദാനത്തിനും നിങ്ങൾ പ്രേരിപ്പിക്കുകയാണ് എങ്കിൽ അതുമൂലം നിങ്ങൾക്ക് ഒരു പുണ്യവും വരാൻ പോകുന്നില്ല. പുണ്യത്തിൻ്റെ ഒരു ഫലവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ദാനേന ദമേന സംയമേന സച്ചവജ്യേന നത്യപുണ്യം നത്യപുണ്യസ്യ ആഗമോതി. ദാനത്താൽ, സ്വയം നിയന്ത്രണത്താൽ, സംയമനത്താൽ, സത്യവചനത്തിനാൽ ഒരു പുണ്യവും ഉണ്ടാകുന്നില്ല, ഒരു പുണ്യത്തിൻ്റെ ഫലവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി ഈ കാര്യത്തെക്കുറിച്ച് ഈ രീതിയിൽ മനസ്സിൽ ചിന്താവിശകലനം നടത്തുന്നു. ഈ ഗുരുവിന് ഇത്തരം വാദമാണ് ഉള്ളത്, ഇത്തരം ദിഷ്ടിയാണ് ഉള്ളത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സമയത്ത്, അംഗവിച്ഛേദം നടത്തുന്ന സമയത്ത്, കഷ്ടപ്പെടുത്തുന്ന സമയത്ത്, ദുഃഖിപ്പിക്കുന്ന സമയത്ത്, അമർത്തുന്ന സമയത്ത്, അവരെ ഭയപ്പെടുത്തുന്ന സമയത്ത്, മറ്റുള്ളവരെയും അതേപോലെ തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സമയത്ത് അതുമൂലം യാതൊരുവിധ തെറ്റുമില്ല. അവർ കൊല്ലുകയോ മോഷ്ടിക്കുകയോ വ്യഭിചരിക്കുകയാണെങ്കിലോ നുണ പറയുകയാണെങ്കിലോ അതുമൂലം യാതൊരുവിധ പാപവുമില്ല. ഭൂമിയിലുള്ള എല്ലാ പ്രാണികളെയും ഒരേ സമയത്ത് വെട്ടിനുറുക്കി മാംസകഷ്ണമാക്കുകയാണെങ്കിലും അതുമൂലം യാതൊരുവിധ പാപമോ പാപത്തിൻ്റെ ഫലമോ വരുന്നതല്ല. ഗംഗയുടെ തെക്കേ തടത്തിൽ പോയി അവിടെ എല്ലാ പ്രാണികളെയും കൊല്ലുകയാണ്, അവരെ അംഗവിച്ഛേദം നടത്തുകയാണ്, ഉപദ്രവിക്കുകയാണ് എങ്കിൽ അതുമൂലം യാതൊരുവിധ പാപവും വരുന്നതല്ല. ഗംഗയുടെ വടക്കേ തടത്തിൽ പോയിട്ട് അവിടെ യജ്ഞം നടത്തുകയാണ്, ദാനം നടത്തുകയാണ്, മറ്റുള്ളവരെയും അതേപോലെ തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് എങ്കിൽ അതുമൂലം യാതൊരുവിധ പുണ്യമോ പുണ്യത്തിൻ്റെ ഫലമോ ഒന്നും തന്നെയില്ല. ദാനത്തിനോ ദമത്തിനോ സംയമത്തിനോ സത്യവചനത്തിനോ അതുമൂലം യാതൊരുവിധ പുണ്യമോ പുണ്യത്തിൻ്റെ ഫലമോ ഇല്ല. ഈ ഗുരു പറയുന്നത് സത്യമാണ് എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഞാനും ഈ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വ്യക്തിയും ഞങ്ങൾ രണ്ടുപേരും ഒരേ തലത്തിലാണ് നിൽക്കുന്നത്, ഞങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ എനിക്ക് ഈ തരത്തിലുള്ള വിശ്വാസമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ തന്നെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. എങ്കിൽ പിന്നെ ഈ വ്യക്തി നഗ്നനായിട്ട് നടക്കേണ്ടതിൻ്റെ ആവശ്യമെന്താണ്? തല മൊട്ടയടിച്ചുകൊണ്ട് കുന്തിച്ച് ഇരുന്നു കൊണ്ട് അവരുടെ തലയിലെ മുടിയെയും താടിരോമങ്ങളെയും കൈകൊണ്ട് അവർ പറിച്ചെറിയുന്നു. ഈ കാര്യം ചില ജൈന സന്യാസിമാരാണ് ചെയ്യാറുള്ളത്. അവർ അവരുടെ താടിരോമങ്ങളെ ഒരിക്കലും ഷേവ് ചെയ്യാറില്ല, അതിനുപകരം കൈകൊണ്ട് അവർ പറിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ ഒരു തപസ്യയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളോട് ഒത്താണ് താമസിക്കുന്നത്. കാശിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചന്ദനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പൂക്കൾ ധരിക്കാറുണ്ട്, സുഗന്ധദ്രവ്യങ്ങൾ പൂശാറുണ്ട്, എന്നെ തന്നെ ഞാൻ മോടി പിടിപ്പിക്കാറുണ്ട്. അതുകൂടാതെ ഞാൻ സ്വർണവും ധനവും എടുക്കാറുണ്ട്. അപ്പോൾ എനിക്കും അതേപോലെ തന്നെ ഈ ഗുരുവിനും ഒരേ ഗതിയാണ് മരണശേഷം ഉണ്ടാകുന്നത്. ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുണ്യമോ പാപമോ ഒന്നും തന്നെ ഇല്ല. കൊന്നു കഴിഞ്ഞാലും കൊന്നിട്ടില്ലെങ്കിലും യാതൊരുവിധ പുണ്യമോ പാപമോ ഒന്നും നമുക്ക് ലഭിക്കില്ല. പിന്നെ എന്തിനാണ് ഈ ഗുരു ഇങ്ങനെ മൊട്ടയടിച്ചുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്നത്? ഞാൻ നോക്കൂ, സുഖമായിട്ട് വീട്ടിൽ കുട്ടികളുമൊത്താണ് താമസം. ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു, ഈ വ്യക്തി കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഗതിയാണ് ഇനി വരാൻ പോകുന്നത്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം രത്നചുരുക്കം. ഈ ഗുരുവിൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതുകൊണ്ട് ഞാൻ എന്താണ് കാണാൻ പോകുന്നത്, എന്താണ് അറിയാൻ പോകുന്നത്? അതുമൂലം ആ ബ്രഹ്മചര്യ ജീവിതത്തെ അവർ ഉപേക്ഷിക്കുന്നു. ഇത് അറിയുന്ന സമയത്ത് ഹതാശനായിട്ട് ആ ബ്രഹ്മചര്യ ജീവിതത്തെ അവർ ഉപേക്ഷിക്കുന്നു. ഈ ബ്രഹ്മചര്യത്തെ ഉപേക്ഷിക്കാനുള്ള രണ്ടാമത്തെ കാര്യമാണ് ഇത് പറഞ്ഞത്. അർഹന്തനായിട്ടുള്ള സമ്മാസമ്പുദ്ധനായിട്ടുള്ള എല്ലാം അറിയുകയും കാണുകയും ചെയ്യുന്ന ആ സമ്മാസമ്പുദ്ധനാണ് ഈ കാര്യത്തെപ്പറ്റി വിശദീകരിച്ച് തന്നിട്ടുള്ളത്. സണ്ടക മറ്റൊരു ഗുരുവിനെ പറ്റി ആലോചിക്കാം. ആ ഗുരുവിൻ്റെ വാദം ഇപ്രകാരമാണ്, ദർശനം ഇപ്രകാരമാണ്. നത്തി ഹേതു നത്തി പച്ചയോ സത്താനം സങ്കിളേസായ. ജീവികൾ കളങ്കിതരാകാൻ ഒരു ഹേതുവില്ല, പ്രത്യയമില്ല. അതായത് കാരണമില്ലാതെയാണ് ഈ ജീവികളെല്ലാം പാപം ചെയ്യുന്നത്. ഈ പ്രാണികൾ എല്ലാം കളങ്കിതരാകാൻ ഹേതുവോ പ്രത്യയമോ ഒന്നും തന്നെയില്ല. അതുകൂടാതെ ഈ പ്രാണികളുടെ വിശുദ്ധിക്കും യാതൊരുവിധ ഹേതുവോ പ്രത്യയമോ ഒന്നും തന്നെയില്ല.
ഹേതുവോ പ്രത്യയമോ ഇല്ലാതെയാണ് ഈ പ്രാണികളെല്ലാം വിശുദ്ധരാകുന്നത്. നത്തി ബലം, നത്തി വീര്യം, നത്തി പുരുഷധാമോ, നത്തി പുരുഷപരക്കമോ. ഇവിടെ ബലം, അതേപോലെ തന്നെ വീര്യം, അതേപോലെ തന്നെ പുരുഷൻ്റെ പരാക്രമം, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. എല്ലാ പ്രാണികൾക്കും, എല്ലാ ഭൂതങ്ങൾക്കും, എല്ലാ ജീവികൾക്കും, എല്ലാ സത്തകൾക്കും സ്വയം നിയന്ത്രണമില്ല. അവർക്ക് ബലമില്ല, അവർക്ക് വീര്യമില്ല. ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് വിധിയാണ്, സാഹചര്യമാണ്, പ്രകൃതിയാണ് അവരെ നിയന്ത്രിക്കുന്നത്. അവർ 6 തരത്തിലുള്ള പുനർജന്മത്തിൽ സുഖം, ദുഃഖം ഇവ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഈ രീതിയിലുള്ള വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. അതായത് നമ്മൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല, എല്ലാം ചെയ്യുന്നത് ആ ദൈവമാണ്, പരമാത്മാവാണ്, നമ്മൾ വെറും ഒരു ഉപകരണം മാത്രമാണ്, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പ്രകൃതി എന്താഗ്രഹിക്കുന്നുവോ, ആ പരമാത്മാവ് എന്താഗ്രഹിക്കുന്നുവോ അത് മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കൂ എന്ന് വിശ്വാസത്തിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ പറ്റിയാണ് ഇത് പറയുന്നത്. ഒരു പ്രജ്ഞയുള്ള ഒരു വ്യക്തി ഇതിനെപ്പറ്റി ഇങ്ങനെ സങ്കല്പിക്കുന്നു: ഈ ഗുരുവിന് ഇങ്ങനെയുള്ള ദർശനമാണ് ഉള്ളത്, ഇങ്ങനെയുള്ള വാദമാണ് ഉള്ളത്. പ്രാണികൾക്ക് പാപമുണ്ടാകുന്നതിന് ഹേതുവോ പ്രത്യയവുമില്ല, പുണ്യമുണ്ടാകുന്നതിനും ഹേതുവോ പ്രത്യയമോ ഒന്നും തന്നെ ഇല്ല. കാരണമില്ലാതെയാണ് പ്രാണികൾ പാപമുള്ളവരാകുന്നതും പുണ്യമുള്ളവരാകുന്നതും. നമ്മളുടെ ബലം കൊണ്ടോ വീര്യം കൊണ്ടോ പുരുഷാർത്ഥം കൊണ്ടോ യാതൊരുവിധ കാര്യവുമില്ല. കാരണം എല്ലാ പ്രാണികളെയും നിയന്ത്രിക്കുന്നത് വിധിയാണ്, സാഹചര്യമാണ്, പ്രകൃതിയാണ്. 6 തരത്തിലുള്ള പുനർജന്മത്തിൽ നമ്മൾക്ക് സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഈ ഗുരു പറയുന്നത് സത്യമാണ് എങ്കിൽ ഈ ദർശനം പൂർത്തീകരിക്കാത്ത ഞാനും ഈ ദർശനം പൂർത്തീകരിച്ച ഒരു വ്യക്തിയും രണ്ടുപേരും ഒരേ തലത്തിലാണ് നിൽക്കുന്നത്. എങ്കിലും ഞാൻ ഇങ്ങനെ പറയുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും കാരണമില്ലാതെ, പ്രത്യയമില്ലാതെ, ഹേതുവില്ലാതെയാണ് ശുദ്ധി ആകുന്നത് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി എന്തിനാണ് നഗ്നനായിട്ട് നടക്കുന്നത്, കുന്തിച്ചിരിക്കുന്നത്? തലമുടിയും അതേപോലെ തന്നെ മുഖത്തെ മുടിയും എന്തിനാണ് പറിച്ചു കളയുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ കുട്ടികളും ഒത്താണ് ജീവിക്കുന്നത്. കാശിയിൽ നിന്നുള്ള ചന്ദനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പൂമാലകൾ ഉപയോഗിക്കുന്നു, സുഗന്ധങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഞാൻ എന്നെ തന്നെ സുന്ദരനാക്കുന്നു. സ്വർണത്തെയും ധനത്തെയും ഞാൻ സ്വീകരിക്കാറുണ്ട്. അടുത്ത ജന്മത്തിൽ ഈ ഗുരു എന്തായിട്ട് തീരുമോ അതേ വിധി തന്നെയാണ് എനിക്കും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഗുരുവിൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതുകൊണ്ട് ഞാൻ എന്താണ് അറിയാൻ പോകുന്നത്, എന്താണ് കാണാൻ പോകുന്നത്? അതിനാൽ ആ വ്യക്തി ആ ബ്രഹ്മചര്യത്തിന് പ്രയത്നിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ആ വ്യക്തി ഹതാശനായിട്ട് ആ ബ്രഹ്മചര്യത്തെ ഉപേക്ഷിക്കുന്നു. ഇതാണ് ബ്രഹ്മചര്യത്തെ ഉപേക്ഷിക്കാനുള്ള 3ാമത്തെ കാരണമായിട്ട് ആ എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന അർഹന്തനായിട്ടുള്ള സമ്മാസംബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. സണ്ടക, ഇനി മറ്റൊരു ഗുരുവിൻ്റെ കാര്യമെടുക്കാം. ആ ഗുരുവിന് ഇത്തരം വാദമാണ്, ഇത്തരം ദർശനമാണ് ഉള്ളത്. ഇവിടെ ഈ 7 കാര്യങ്ങളുണ്ട്. അതിനെ ആരും ഉണ്ടാക്കിയതല്ല, മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല, അതിനെ സൃഷ്ടിച്ചതല്ല, അതിന് ഒരു സൃഷ്ടാവില്ല, അതിൽ നിന്ന് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഒരു പർവ്വതത്തെ പോലെ അത് സ്ഥിരമാണ്, ഒരു തൂണിനെ പോലെ അത് ദൃഢമാണ്. അത് ഒരിക്കലും ചലിക്കുന്നില്ല, ക്ഷയിക്കുന്നില്ല, ഒന്നും മറ്റൊന്നിനെ തടസ്സം ഉണ്ടാക്കുന്നില്ല. അതുമൂലം ഒരിക്കലും ദുഃഖമോ സുഖമോ സുഖദുഃഖങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതായത് പരസ്പരം ഈ സുഖദുഃഖങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ആ 7 ഏതൊക്കെയാണ്? പദവിക്കായോ, അതായത് പൃഥ്വി എന്ന വസ്തു, ആപോകായോ ജലമെന്ന വസ്തു, തേജോകായോ അഗ്നി എന്ന വസ്തു, വായുകായോ വായു എന്ന വസ്തു, സുഖേ ദുഃഖേ ജീവേ സത്തമേ, സുഖം, ദുഃഖം, ജീവൻ, ഇത് എല്ലാം കൂടിയിട്ടാണ് ആ 7. ഈ 7 കാര്യങ്ങളെയും ആരും ഉണ്ടാക്കിയതല്ല, ഒന്നിൽ നിന്നും ഉണ്ടായതല്ല, സൃഷ്ടിക്കപ്പെട്ടതല്ല, അതിനൊരു സൃഷ്ടാവില്ല, അതിൽ നിന്ന് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. പർവ്വതത്തെ പോലെ സ്ഥിരമാണ്, തൂണിനെ പോലെ ദൃഢമാണ്. അവ പരസ്പരം ചലിക്കുകയോ ക്ഷയിക്കുകയോ ഒന്ന് മറ്റൊന്നിനെ തടയുകയോ ചെയ്യുന്നില്ല. അവ പരസ്പരം ഒന്നിന് മറ്റൊന്നിനോട് സുഖമുണ്ടാക്കാനോ ദുഃഖമുണ്ടാക്കാനോ സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതിനോ കഴിയില്ല. അതിനാൽ ഇവിടെ കൊല്ലുന്ന ആരുമില്ല, മറ്റുള്ളവരെ കൊല്ലിക്കുന്ന ഒരു വ്യക്തിയുമില്ല.
പഠിക്കുന്ന ഒരു വ്യക്തിയുമില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയുമില്ല, മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുമില്ല, മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയുമില്ല. അതായത് ഈ 7 കാര്യങ്ങളാണ് എല്ലാം നടത്തുന്നത് എന്ന വാദമാണ് ഇവരുടെ. നിങ്ങൾ ആരുടെയും കഴുത്ത് ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു വാളുകൊണ്ട് മുറിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരുടെയും തന്നെ പ്രാണൻ എടുക്കുന്നില്ല. ആ വാൾ ഈ 7 വസ്തുക്കൾക്ക് ഇടയിലുള്ള ആകാശത്തിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ 1.4 മില്യൺ യോനികളുണ്ട്. അത് 6000 ആയിരിക്കാം, 600 ആയിരിക്കാം. 500 കർമ്മങ്ങളുണ്ട്. അത് 5 എണ്ണമാണ്, 3 എണ്ണമാണ്. ഇവിടെ പൂർണ്ണകർമ്മമുണ്ട്, അരക്കർമ്മവും ഉണ്ട്. ഇവിടെ 62 വഴികളുണ്ട്, 62 അന്തരകൽപ്പങ്ങളുണ്ട്. 6 തരത്തിലുള്ള പുനർജന്മം ഉണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 8 തരത്തിലുള്ള അവസ്ഥകളുണ്ട്. ഇവിടെ 4900 ആജീവിക സന്യാസിമാരുണ്ട്, 4900 പരിവ്രാജകന്മാരുണ്ട്, 4900 നഗ്നനായിട്ടുള്ള സന്യാസിമാരുണ്ട്. ഇവിടെ 2000 ഇന്ദ്രിയങ്ങൾ ഉണ്ട്, 3000 നരകങ്ങൾ ഉണ്ട്, 36 പൊടികളുടെ ലോകവുമുണ്ട്. 7 ജ്ഞാനമുള്ള ഭ്രൂണങ്ങളുണ്ട്, 7 ജ്ഞാനമില്ലാത്ത ഭ്രൂണങ്ങളുണ്ട്, 7 ബന്ധനങ്ങളില്ലാത്ത ഭ്രൂണങ്ങളുണ്ട്. ഇവിടെ 7 ദേവതമാരുണ്ട്, 7 മനുഷ്യന്മാരുണ്ട്, 7 പ്രേതങ്ങളുണ്ട്, യക്ഷന്മാരുണ്ട്. ഇവിടെ 7 കായലുകളുണ്ട്, 7 നദികളുണ്ട്, 700 നദികളുണ്ട്, 7 പർവ്വതങ്ങളുണ്ട്, 700 പർവ്വതങ്ങളുണ്ട്. ഇവിടെ 7 സ്വപ്നങ്ങളുണ്ട്, 700 സ്വപ്നങ്ങളുണ്ട്. ഇവിടെ 8.4 മില്യൺ മഹാകൽപ്പങ്ങൾ ഉണ്ട്. അതിലൂടെ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും മൂർഖനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇതിലൂടെ എല്ലാം കടന്നുപോയതിന് ശേഷം മാത്രമാണ് ദുഃഖങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കുന്നത്. അതുകൂടാതെ ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സാധ്യമല്ല. ഈ ശീലത്തിനാൽ, ഈ വ്രതത്തിനാൽ, ഈ തപസ്സിനാൽ, ഈ ബ്രഹ്മചര്യത്തിനാൽ പാകമാകാത്ത കർമ്മങ്ങളെ ഞാൻ പാകമാക്കി അതിൻ്റെ ഫലം അനുഭവിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പഴയ കർമ്മങ്ങളുടെ ഫലം അല്പാൽപമായിട്ട് അനുഭവിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നും പറയാൻ സാധിക്കില്ല. അതൊരിക്കലും സാധ്യമല്ല. സുഖവും ദുഃഖവും നമ്മൾക്ക് നേരത്തെ തന്നെ തന്നിട്ടുള്ളതാണ്. അത് നിശ്ചിതമാണ്. ഈ പുനർജന്മങ്ങൾ നിശ്ചിത കാലത്തേക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. അത് നന്നാവുകയോ അല്ലെങ്കിൽ കൂടുതൽ ചീത്തയാവുകയോ ചെയ്യുകയില്ല. നിങ്ങൾ മുത്തുകളെ കോർത്ത ഒരു ചരടിനെ എറിയുന്ന സമയത്ത് ആ ഓരോ മുത്തുകളും അതിൽ നിന്ന് അഴിഞ്ഞു പോകുന്നത് പോലെയാണ് ഇത്. അതുപോലെ തന്നെ പുനർജന്മം ചെയ്തുകൊണ്ട് പണ്ഡിതനായാലും ശരി, അതേപോലെ തന്നെ മഠയനായാലും ശരി, അവർ അവരുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുന്നു. ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തി ഈ കാര്യത്തെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നു. ഈ ഗുരുവിൻ്റെ വാദം ഇങ്ങനെയാണ്: ഇവിടെ 7 കാര്യങ്ങളുണ്ട്. അത് ആരും സൃഷ്ടിച്ചതല്ല, ആരിൽ ഉണ്ടാക്കിയതല്ല, ഏതിൽ നിന്നെങ്കിലും ഉരുത്തിരിഞ്ഞതല്ല. അത് വളരെ ദൃഢമാണ്. അത് ഒന്ന് മറ്റൊന്നിനെ ഒരിക്കലും തടഞ്ഞു നിർത്തുന്നില്ല. സുഖമോ ദുഃഖമോ സുഖദുഃഖമോ അതിന് അന്യോന്യം കൊടുക്കാൻ സാധിക്കില്ല. ആ 7 ഇതൊക്കെയാണ്: പൃഥ്വികായോ, ആപോകായോ, തേജോകായോ, വായോകായോ, സുഖ ദുഃഖ ജീവ. ഈ കാര്യങ്ങളാണ് ആ 7. ഇത് ഒന്നും തന്നെ ഉണ്ടാക്കിയതല്ല, എവിടെന്നെങ്കിലും വന്നതല്ല, ഇത് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇത് എപ്പോഴും സ്ഥിരമാണ്. ഇത് അനങ്ങുകയോ അതേപോലെ തന്നെ നശിക്കുകയോ സ്വയം തമ്മിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അവ അന്യോന്യം സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ആരുടെയെങ്കിലും തല വെട്ടുകയാണെങ്കിൽ നിങ്ങൾ ആരെയും കൊല്ലുന്നില്ല. ഈ 7 കാര്യങ്ങൾക്ക് ഇടയിലുള്ള ആകാശത്തിലൂടെ ആ വാൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ശീലത്തിനാലോ വ്രതത്തിനാലോ തപസ്സിനായാലോ നമ്മുടെ പാകമാകാത്ത കർമ്മങ്ങളെ നമ്മൾക്ക് പാകമാക്കാൻ സാധിക്കില്ല. പഴയ കർമ്മങ്ങളെ അനുഭവിച്ച് അത് ഇല്ലാതാക്കാനും സാധിക്കില്ല. പുനർജന്മത്തിലൂടെ കടന്നു പോയിട്ട് വേണം ഒരു പണ്ഡിതനായാലും പാമരനായി കഴിഞ്ഞാലും അവന് ദുഃഖത്തിന് അറുതി വരുത്തുവാൻ. ഈ ഗുരു പറയുന്ന കാര്യം സത്യമാണ് എങ്കിൽ ഈ കാര്യങ്ങളിൽ പൂർത്തീകരിക്കാത്ത ഞാനും ഈ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഞങ്ങൾ രണ്ടുപേരും ഒരേ തലത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ഈ തരത്തിലുള്ള വിശ്വാസവും എനിക്കില്ല. പുനർജന്മത്തിലൂടെ നമ്മളുടെ ദുഃഖത്തിന് അറുതി വരുത്താൻ സാധിക്കും എന്ന വിശ്വാസവും എനിക്കില്ല. എങ്കിൽ പിന്നെ ഈ ഗുരുവിന് നഗ്നനായിട്ട് പോകേണ്ടതിൻ്റെ ആവശ്യമെന്താണ്? അവർ തല മൊട്ടയടിക്കുന്നു, കുന്തിച്ചിരിക്കുന്നു,
തലയിലെ രോമങ്ങളെയും താടി രോമങ്ങളെയും കൈകൊണ്ട് പറിച്ചെറിയുന്നു. എന്നാൽ ഞാൻ കുടുംബത്തിൽ കുട്ടികളോടൊപ്പം ആണ് ജീവിക്കുന്നത്. കാശിയിൽ നിന്നുള്ള ചന്ദനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പൂക്കളും സുഗന്ധദ്രവ്യങ്ങളും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ സ്വർണവും ധനവും ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും ഈ ഗുരുവിന് അടുത്ത ജന്മത്തിൽ ലഭിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ് എനിക്കും ലഭിക്കുന്നത്. അതേ വിധിയാണ് എനിക്കും വരുന്നത്. ഈ ഗുരുവിൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതുകൊണ്ട് ഞാൻ എന്താണ് അറിയാൻ പോകുന്നത്, എന്താണ് കാണാൻ പോകുന്നത്? അതിനാൽ ആ വ്യക്തി ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനെ മനസ്സിലാക്കുന്നതുകൊണ്ട് ഹതാശനായിട്ട് ആ വ്യക്തി ബ്രഹ്മചര്യ ജീവിതം ഉപേക്ഷിക്കുന്നു. ഇതാണ് ബ്രഹ്മചര്യ ജീവിതത്തെ ഉപേക്ഷിക്കാനുള്ള 4ാമത്തെ കാരണം. ഇത് അർഹന്തനായിട്ടുള്ള സമ്മാസമ്പുദ്ധനായിട്ടുള്ള എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന അദ്ദേഹത്തിനാൽ പറയപ്പെട്ട കാര്യമാണ്. ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി അവന് കഴിയുന്നിടത്തോളം ഈ തരത്തിലുള്ള ബ്രഹ്മചര്യങ്ങൾ അഭ്യസിക്കരുത്. ഈ തരത്തിലുള്ള ബ്രഹ്മചര്യങ്ങൾ ആ വ്യക്തി അഭ്യസിക്കുകയാണ് എങ്കിൽ കുശലകരമായിട്ടുള്ള ധർമ്മത്തിൽ അവർക്ക് ഒരിക്കലും ഫലം ലഭിക്കുകയില്ല. ആശ്ചര്യം വോ ആനന്ദ, അത്ഭുതം വോ ആനന്ദ. ആനന്ദഗുരുവേ, ഇത് ആശ്ചര്യകരമായിട്ടുള്ള കാര്യമാണ്, അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന അർഹന്തനായിട്ടുള്ള സമ്മാസമ്പുദ്ധൻ ഈ 4 തരത്തിലുള്ള ബ്രഹ്മചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ആനന്ദഗുരുവേ, വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത 4 തരത്തിലുള്ള ബ്രഹ്മചര്യ ജീവിതങ്ങൾ ഏതൊക്കെയാണ്? അത് അർഹന്തനായിട്ടുള്ള സമ്മാസമ്പുദ്ധനായിട്ടുള്ള എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന അദ്ദേഹത്തിനാൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? സണ്ടക, ഒരു ഗുരുവിൻ്റെ കാര്യമെടുക്കാം. ആ ഗുരു പറയുകയാണ്, ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നിനെയും വിടാതെ എല്ലാ കാര്യത്തെയും ഞാൻ അറിയുന്നുണ്ട്, എല്ലാ കാര്യത്തെയും ഞാൻ കാണുന്നുണ്ട്. എന്നിൽ തുടർച്ചയായിട്ട് ഈ അറിവും കാഴ്ചയും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ നടക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഉണരുന്ന സമയത്തും. അതായത് ഈ എല്ലാ സമയത്തും ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുവോ അതെല്ലാം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും സർവശക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്, അത്രയും കഴിവുണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പോൾ അവർ ഒഴിഞ്ഞ ഒരു ഗ്രഹത്തിലേക്ക് പോകുന്നു. അവർക്ക് ഭിക്ഷാന്നം ലഭിക്കുന്നില്ല. ഒരു പട്ടി അവരെ കടിക്കുന്നു. ഒരു കാട്ടാനയുടെ മുൻപിൽ അയാൾ അകപ്പെടുന്നു. ഒരു കുതിരയുടെ മുന്നിൽ ആ വ്യക്തി അകപ്പെടുന്നു. ഒരു മൃഗത്തിൻ്റെ മുന്നിൽ ആ വ്യക്തി അകപ്പെടുന്നു. ആ വ്യക്തി ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ പേരോ കുലമോ ചോദിക്കുന്നു. ആ വ്യക്തി നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ ഉള്ള പേരും അതേപോലെ തന്നെ വഴിയും ചോദിക്കുന്നു. പക്ഷെ നേരത്തെ നമ്മൾ കണ്ടത് ആ വ്യക്തി പറയുന്നു, ആ വ്യക്തി എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു. ഇരിക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും എല്ലാ സമയത്തും ആ വ്യക്തി എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, കാണുകയാണ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും സ്ത്രീകളെ പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പേര് ചോദിക്കുന്നു, കുലം ചോദിക്കുന്നു. ഏതെങ്കിലും ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ നഗരത്തേക്കുള്ള വഴി അവർ ചോദിക്കുന്നു. അവരെ പട്ടി കടിക്കുന്നു, അല്ലെങ്കിൽ ആനയുടെ മുന്നിലോ കുതിരയുടെ മുന്നിലോ കാട്ടിൽ ജീവിക്കുന്ന പശുക്കളുടെ മുന്നിലോ ആ വ്യക്തി അകപ്പെടുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന സമയത്ത് അവർ ഈ രീതിയിൽ ഉത്തരം പറയും. ഒരു നിർജ്ജനമായിട്ടുള്ള ഒരു ഗ്രഹത്തിൽ പ്രവേശിക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് നിർജ്ജനമായിട്ടുള്ള ആ ഗ്രഹത്തിൽ ഞാൻ പ്രവേശിച്ചത്. എനിക്ക് ഭിക്ഷാന്നം കിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് കിട്ടാതിരുന്നത്. എന്നെ ഒരു പട്ടി കടിക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നെ ഒരു പട്ടി കടിച്ചത്. ഒരു കാട്ടാനയുടെ മുൻപിൽ ഞാൻ അകപ്പെടേണ്ടതായിരുന്നു, അതുകൊണ്ടാണ് ഒരു കാട്ടാനയുടെ മുന്നിൽ ഞാൻ അകപ്പെട്ടത്. ഒരു കുതിരയുടെ മുന്നിൽ ഞാൻ അകപ്പെടേണ്ടതായിരുന്നു, അതുകൊണ്ടാണ് ഒരു കുതിരയുടെ മുന്നിൽ ഞാൻ പെട്ടത്. ഒരു മൃഗത്തിൻ്റെ മുന്നിൽ ഞാൻ പെടേണ്ടതായിരുന്നു, അതുകൊണ്ടാണ് ഒരു മൃഗത്തിൻ്റെ മുന്നിൽ ഞാൻ പെട്ടത്. എനിക്ക് ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ പേരോ കുലമോ ചോദിക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഒരു ഗ്രാമത്തിലേക്കോ നഗരത്തിലേക്കുള്ള വഴി അതേപോലെ തന്നെ പേര് എനിക്ക് ചോദിക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ രീതിയിലുള്ള ഫിലോസഫി വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നുമുണ്ട്. അതായത് ഇന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കേണ്ടതുണ്ടായിരുന്നു, അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പുതുതായിട്ട് ഒന്നും തന്നെ ഇല്ല, ഇത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴുമുണ്ട്. അപ്പോൾ ജ്ഞാനമുള്ള ഒരു വ്യക്തി ഈ കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് വിശകലനം ചെയ്യുന്നു. ഈ ഗുരു ഇങ്ങനെയുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. എല്ലാ സമയത്തും എനിക്ക് ജ്ഞാനവും ദർശനവും ഉണ്ടാകാറുണ്ട്. ഞാൻ നടക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഉണരുന്ന സമയത്തും ജ്ഞാനവും ദർശനവും എന്നിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു.
എന്നാൽ അവരെ ഒരു പട്ടി കടിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാട്ടിലെ ആനയുടെ മുന്നിൽ, കാട്ടുകുതിരയുടെ മുന്നിൽ, കാട്ടുമൃഗത്തിൻ്റെ മുന്നിൽ അകപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ പേരോ കുലമോ ചോദിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരു നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ വഴി പേരെ ചോദിക്കുന്നു. മറ്റുള്ളവർ ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ പറയുന്നു: കാര്യങ്ങളെല്ലാം നടക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് നടന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഭിക്ഷാന്നം കിട്ടാതിരുന്നത്, അതുകൊണ്ടാണ് എന്നെ പട്ടി കടിച്ചത്, അതുകൊണ്ടാണ് ഞാൻ കാട്ടുകുതിരയുടെ, കാട്ടാനയുടെ, കാട്ടുമൃഗത്തിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടത്, അതുകൊണ്ടാണ് എനിക്കൊരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ പേരോ കുലമോ ചോദിക്കേണ്ടി വന്നത്, ഗ്രാമത്തിൻ്റെയോ നഗരത്തിൻ്റെയോ പേരോ അതേപോലെ തന്നെ അതിലുള്ള വഴിയോ ചോദിക്കേണ്ടി വരുന്നത് ഇപ്രകാരമാണ്. അതായത് ഇവിടെ പറയുന്നത്, ആ ഗുരു ഒരു തരത്തിലുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. എനിക്കെല്ലാം അറിയാം, എല്ലാം കാണാം എന്നാണ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ സംഭവിക്കുന്നത് ഇതിന് വിപരീതമാണ്. ആ വ്യക്തിക്ക് ശരിയായിട്ടുള്ള ഒന്നും കാണാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ ആ വ്യക്തി ഇങ്ങനെ കരുതുന്നു: ഈ ബ്രഹ്മചര്യ ജീവിതം ഇത് വിശ്വാസയോഗ്യമല്ല. അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ട് അവർ ഹതാശരായിട്ട് ആ ബ്രഹ്മചര്യ ജീവിതത്തെ ഉപേക്ഷിക്കുന്നു. ഇതാണ് ആദ്യത്തെ തരത്തിലുള്ള വിശ്വാസയോഗ്യമല്ലാത്ത ബ്രഹ്മചര്യ ജീവിതം. ഇതിനെയാണ് അർഹന്തനായിട്ടുള്ള, സമ്മാസമ്പന്നനായിട്ടുള്ള, എല്ലാം അറിയുന്ന ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. സണ്ടക, ഇനി മറ്റൊരു ഗുരുവിൻ്റെ ഉദാഹരണമെടുക്കാം. ആ വ്യക്തി വായ്മൊഴിയായിട്ടാണ് അറിവുകൾ പകർന്നു കൊടുക്കുന്നത്. വായ്മൊഴിയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആ അറിവുകൾ സത്യമാണ് എന്ന് ആ വ്യക്തി കരുതുന്നു. അതായത് പണ്ട് പുസ്തകങ്ങളും അതേപോലെ തന്നെ എഴുതാനുള്ള സാമഗ്രികളും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ വേദങ്ങളും അതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള അറിവുകളും വായ്മൊഴിയായിട്ടാണ് പകർന്നിരുന്നത്. ഒരു ഗുരു ശിഷ്യനെ പഠിപ്പിക്കുന്നു, ആ ശിഷ്യൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് ആ ജ്ഞാനം ഇതുവരെ എത്തിയിട്ടുള്ളത്. അവർ പരമ്പരകളായിട്ട് ആ ജ്ഞാനം വായ്മൊഴിയായിട്ട് പകർന്നു കൊടുക്കുന്നു. അതിനെ പ്രമാണം എന്ന് കരുതുന്നു, അത് സത്യമാണ് എന്ന് കരുതുന്നു. എന്നാൽ ഒരു ഗുരു ആ വായ്മൊഴിയായിട്ടുള്ള കാര്യത്തെ സത്യം എന്ന് കരുതുന്ന സമയത്ത് അതിൽ ചില കാര്യങ്ങളെ നമ്മൾക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു, എന്നാൽ ചില കാര്യങ്ങളെ നമ്മൾക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ചിലത് സത്യമാണ്, ചിലത് അസത്യമാണ്. വിജ്ഞാനമുള്ള ഒരു വ്യക്തി ഈ കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നു: ഈ ഗുരു വായ്മൊഴിയായിട്ട് കിട്ടിയ ഈ അറിവിനെ സത്യമെന്ന് കരുതുന്നു. അദ്ദേഹം വായ്മൊഴിയായിട്ടാണ് കാര്യങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനെ അദ്ദേഹം പ്രമാണമായിട്ട് എടുക്കുന്നു, അതിനെ അദ്ദേഹം സത്യമായിട്ട് കരുതുന്നു. പരമ്പരകൾ വഴി ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം പ്രമാണമായിട്ട് സ്വീകരിക്കുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു ഗുരു വായ്മൊഴിയായി കിട്ടിയ കാര്യങ്ങളെ സത്യമെന്ന് വിശ്വസിക്കുന്ന സമയത്ത് അതിൽ ചില കാര്യങ്ങളെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ചില കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ചില കാര്യങ്ങൾ സത്യമാണ്, ചില കാര്യങ്ങൾ നുണയായിരിക്കാം. അതിനാൽ ഈ ബ്രഹ്മചര്യ ജീവിതം വിശ്വാസയോഗ്യമല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹതാശരായിട്ട് അവർ ബ്രഹ്മചര്യ ജീവിതത്തെ ഉപേക്ഷിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ തരത്തിലുള്ള വിശ്വാസയോഗ്യമല്ലാത്ത ബ്രഹ്മചര്യ ജീവിതം. ഇതിനെ എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന അർഹന്തനായിട്ടുള്ള സമ്മാസമ്പുദ്ധനാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. സണ്ടക, ഇനി മറ്റൊരു ഗുരുവിൻ്റെ ഉദാഹരണം എടുക്കാം. ആ വ്യക്തി തർക്കത്തെയാണ് ആശ്രയിക്കുന്നത്, അന്വേഷണത്തെയാണ് ആശ്രയിക്കുന്നത്. അതായത് ലോജിക് ആൻഡ് എൻക്വയറി. അതായത് തർക്കവിതർക്കങ്ങളിലൂടെ ഇത് സത്യമാണോ എന്ന് ആ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നു. ഇന്ന് കാണുന്ന നിരീശ്വരവാദികളെ പോലെ തന്നെ അവർ തർക്കത്തിലൂടെ അറിഞ്ഞത് മാത്രമാണ് പഠിപ്പിക്കുന്നത്, അന്വേഷണത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അവർ അവരുടെ തന്നെ വീക്ഷണമാണ് അവർ പഠിപ്പിക്കുന്നത്. അതായത് അവർ തർക്കവിതർക്കങ്ങളിലൂടെ ചില കാര്യങ്ങൾ പഠിച്ചു, അത് ശരിയെന്ന് അവർ സ്വയം സങ്കല്പിക്കുന്നു. ആ വീക്ഷണമാണ് അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. എന്നാൽ ഒരു ഗുരു തർക്കവിതർക്കങ്ങളെ ആശ്രയിക്കുന്ന സമയത്ത് അതിൽ ചില കാര്യങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ടായിരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത്, ചില കാര്യങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ടായിരിക്കില്ല മനസ്സിലാക്കിയിരിക്കുന്നത്. ചിലത് സത്യമായിരിക്കും, ചിലത് നുണയായിരിക്കാം. പ്രജ്ഞയുള്ളൊരു വ്യക്തി ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നു: ഈ ഗുരു തർക്കവിതർക്കങ്ങളിലൂടെയാണ് ഈ കാര്യത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. തർക്കവിതർക്കങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ആ ഗുരു ഉപദേശിക്കുന്നത്. അതുമൂലം ആ വ്യക്തിയുടെ തന്നെ വീക്ഷണമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഒരു ഗുരു തർക്കവിതർക്കങ്ങളെ ആശ്രയിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നല്ലപോലെ ചിന്തിച്ച് മനസ്സിലാക്കിയതായിരിക്കാം, ചില കാര്യങ്ങൾ ചിന്തിക്കാതെ മനസ്സിലാക്കിയതായിരിക്കാം,
ചിലത് സത്യമായിരിക്കാം, ചിലത് നുണയായിരിക്കാം. അതിനാൽ ഈ ബ്രഹ്മചര്യ ജീവിതം വിശ്വാസയോഗ്യമല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹതാശരായിട്ട് ആ ബ്രഹ്മചര്യത്തെ ഉപേക്ഷിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ വിശ്വാസയോഗ്യമല്ലാത്ത ബ്രഹ്മചര്യ ജീവിതം. ഇതിനെ എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന അർഹന്തനായിട്ടുള്ള സമ്മാ സമ്പുദ്ധനാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു ഗുരുവിൻ്റെ ഉദാഹരണം എടുക്കാം. ആ ഗുരു മണ്ടനാണ്, മൂഢനാണ്. അതുമൂലം ആരെങ്കിലും അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വാക്കുകളുണ്ട് പല കളികളും കളിക്കും. വാക്കുകളുണ്ട് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി പറയാൻ തുടങ്ങും. ഇത് ഇങ്ങനെയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, അത് അങ്ങനെയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ഇത് മറ്റൊരു തരത്തിലാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ഇത് ഇങ്ങനെയല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, അത് അങ്ങനെയല്ല എന്നുള്ള കാര്യത്തെ ഞാൻ നിഷേധിക്കുന്നുമില്ല. വിവേകമുള്ള ഒരു വ്യക്തി ഈ കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കും. ഈ ഗുരു മൂഢനാണ്, വിവരമില്ലാത്തവനാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തിയോട് ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ വ്യക്തി വാക്കുകളുടെ കളിയിൽ ഏർപ്പെടുന്നത്, പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇത് ഇപ്രകാരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, അത് അപ്രകാരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, ഇത് മറ്റൊരു തരത്തിലാണ് എന്ന് ഞാൻ പറയുന്നില്ല, ഇത് അപ്രകാരമല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇത് ഇപ്രകാരമല്ല എന്നുള്ള കാര്യത്തെ ഞാൻ നിഷേധിക്കുന്നുമില്ല. ഈ ബ്രഹ്മചര്യ ജീവിതം വിശ്വാസയോഗ്യമല്ല. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഹതാശരായിട്ട് ആ ബ്രഹ്മചര്യ ജീവിതത്തെ ഉപേക്ഷിക്കുന്നു. ഇന്നും ഈ രീതിയിൽ പല രീതിയിൽ പറയുന്ന ഗുരുക്കന്മാർ നമ്മൾക്കിടയിലുണ്ട്. അവരുടെ തത്വങ്ങൾ ഇങ്ങനെയാണ്: കൺവിൻസ് ദം ഓർ കൺഫ്യൂസ് ദം. അവരെ മനസ്സിലാപ്പിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി വിടുക. ഇതാണ് നാലാമത്തെ തരത്തിലുള്ള വിശ്വാസയോഗ്യമല്ലാത്ത ബ്രഹ്മചര്യ ജീവിതം. എല്ലാം അറിയുകയും എല്ലാം കാണുകയും ചെയ്യുന്ന അർഹന്തനായിട്ടുള്ള സമ്മാ സമ്പുദ്ധനാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് 4 തരത്തിലുള്ള വിശ്വാസയോഗ്യമല്ലാത്ത ബ്രഹ്മചര്യ ജീവിതം. ഇത് പറഞ്ഞിട്ടുള്ളത് ഭഗവാനാണ്. അദ്ദേഹം എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, അർഹന്തനാണ്, സമ്മാ സമ്പുദ്ധനാണ്, ഭഗവാനാണ്. ഒരു വ്യക്തി അവർക്ക് കഴിയാവുന്നിടത്തോളം കാലം ഈ തരത്തിലുള്ള ബ്രഹ്മചര്യ ജീവിതത്തെ അനുഷ്ഠിക്കരുത്. അഥവാ അവർ അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ കുശലകരമായിട്ടുള്ള ധർമ്മത്തിൽ അവർക്ക് പൂർത്തി ലഭിക്കുകയില്ല. അച്ഛര്യം പോ ആനന്ദ, അത്ഭുതം പോ ആനന്ദ. ആനന്ദഗുരു, ഇത് അത്ഭുതമാണ്, ഇത് ആശ്ചര്യമാണ്. വിശ്വാസയോഗ്യമല്ലാത്ത ഈ 4 ബ്രഹ്മചര്യ ജീവിതത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന അർഹന്തനായിട്ടുള്ള സമ്മാ സമ്പുദ്ധനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ ആശ്ചര്യകരമാണ്. അതിനാൽ ജ്ഞാനിയായിട്ടുള്ളൊരു വ്യക്തി ഇത്തരം ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അഥവാ അവർ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും കുശലധർമ്മത്തിൽ അവർക്ക് നല്ല ഫലം ഒരിക്കലും ലഭിക്കുകയില്ല. സോപന ഭോ ആനന്ദ സത്ത കിം വാദി കിം അഖായി യത്താവിഞ്ഞു പുരുഷോ സസക്കം ബ്രഹ്മചര്യം വസയ്യ വസന്തോ ച ആരാധേയ ന്യായം ധമ്മം കുസലന്തി. അങ്ങനെയാണെങ്കിൽ ആനന്ദ ശാസ്ത്ര, ഒരു ഗുരു ശരിയായിട്ടുള്ള രീതിയിൽ എന്താണ് പറയുന്നത്, എന്തിനെയാണ് വിശദീകരിക്കുന്നത്, അതുമൂലം ആ ധർമ്മത്തെ ഒരു പ്രജ്ഞാവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അഭ്യസിക്കാൻ സാധിക്കണം. അത് അഭ്യസിച്ചതിന് ശേഷം ആ കുശലധർമ്മത്തിൽ ആ വ്യക്തിക്ക് ആ അഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ഗുരു എന്താണ് പറയുന്നത്, എന്തിനെയാണ് വ്യാഖ്യാനിക്കുന്നത്, ഇനി ആ ശരിയായിട്ടുള്ള കാര്യം അതെന്താണ് എന്നാണ് ചോദിക്കുന്നത്. സണ്ടക, തഥാഗതൻ ലോകത്തിൽ ഉൽപ്പന്നമാകുന്നു. അദ്ദേഹം അർഹന്തനാണ്, സമ്മാ സമ്പുദ്ധനാണ്, വിദ്യയിലും ആചരണത്തിലും സമ്പന്നനാണ്, പരിശുദ്ധനാണ്, ലോകത്തെ മുഴുവൻ അറിയുന്ന വ്യക്തിയാണ്, അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർഗദർശനം കൊടുക്കുന്ന വ്യക്തിയാണ്, ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ്, ബുദ്ധനാണ്, ഭഗവാനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരു ഭിക്ഷു ധർമ്മം പഠിക്കുന്നു. അതിനുശേഷം ആ ഭിക്ഷു സോ ഇമേ പഞ്ച നീവരണേ പഹായ ചേതസോ ഉപക്ലേശ പഞ്ഞായ ദുർബലീകരണേ. പിന്നെ ആ ധർമ്മത്തിനാൽ ആ ഭിക്ഷു തൻ്റെ ചിത്തത്തിന് കളങ്കമുണ്ടാകുന്ന ആ 5 നീവരണങ്ങളെ പ്രജ്ഞ കൊണ്ട് ദുർബലമാക്കുന്നു. ആ 5 നീവരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്.
കാമച്ചന്തം അല്ലെങ്കിൽ രാഗം, വ്യാപാദം അല്ലെങ്കിൽ ദേഷം, ധീനമിത്തം ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം, ഉദ്ദച്ച് കുക്കുച്ച ഇരിക്കപ്പുറതിയില്ലായ്മ, വിചികിച്ച സംശയം. ഈ 5 നീവരണങ്ങളെയും പ്രജ്ഞയാൽ ദുർബലമാക്കുന്നു. അടുത്തതായിട്ട് വിവിച്ഛേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പഠമം ജാനം ഉപസമ്പജ്ജ വിഹരതി. അതിനുശേഷം ഇന്ദ്രിയസുഖങ്ങളിൽ നിന്ന് വിമുക്തമാക്കിക്കൊണ്ട്, അകുശലധർമ്മങ്ങളിൽ നിന്ന് വിമുക്തമാക്കിക്കൊണ്ട് ആ ഭിക്ഷു 1-ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ജ്ഞാനത്തിനുള്ള വഴിയാണ് ഇവിടെ പറയുന്നത്. അത് ധ്യാനം തന്നെയാണ്. വീണ്ടും ധ്യാനത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. ധ്യാനം പഠിക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോയി നോക്കുക. അവിടെ ധ്യാനം പഠിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ അവിടെയുണ്ട്. അത് പഠിക്കുക. അത് സൂത്രവുമായിട്ട് യോജിക്കുന്നതാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ട്വിം മലയാളം TWIM മലയാളം എന്ന യൂട്യൂബ് ചാനൽ നോക്കുക. ഒരു ജ്ഞാനിയായിട്ടുള്ള വ്യക്തി, ഏതൊരു ഗുരു ഇത്തരം ഉയർന്ന പദവിയിൽ എത്തിയിട്ടുണ്ടോ, ഇത്തരം ഉയർന്ന കഴിവിൽ എത്തിയിട്ടുണ്ടോ, ആ ഗുരുവിൻ്റെ കീഴിലാണ് ഇത്തരം വിദ്യകൾ അഭ്യസിക്കേണ്ടത്. ഇങ്ങനെ അഭ്യസിക്കുന്ന സമയത്ത് കുശലകരമായിട്ടുള്ള ഈ അഭ്യാസം, ബ്രഹ്മചര്യം ആ വ്യക്തിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതായത് ഇവിടെ പറയുന്നത്, നമ്മൾ ധ്യാനം അഭ്യസിക്കണം എങ്കിൽ ആ കഴിവുള്ള ഒരു ഗുരുവിൽ നിന്നാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് കുശലധർമ്മങ്ങളിൽ നമ്മൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ധ്യാനം അറിയാത്ത ഒരു വ്യക്തിയോട് അടുത്ത് പോയി നമ്മൾ ധ്യാനം ഒരിക്കലും അഭ്യസിക്കാൻ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. അതായത് ആദ്യം ആ ഗുരുവിന് ആ കഴിവുണ്ടാകണം. എങ്കിൽ മാത്രമാണ് ശിഷ്യന് അതിൽ പുരോഗമിക്കാൻ സാധിക്കുക. അതിനുശേഷം ആ ഭിക്ഷു 2-ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വിതർക്ക വിചാരങ്ങൾ ഉണ്ടാകുന്നില്ല. പീതി, സുഖം, ചിത്തത്തിൻ്റെ ഏകാഗ്രത മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതിനുശേഷം 3-ാമത്തെ ധ്യാനത്തിൽ, 4-ാമത്തെ ധ്യാനത്തിൽ ആ ഭിക്ഷു എത്തിച്ചേരുന്നു. അപ്പോൾ ജ്ഞാനമുള്ള ഒരു വ്യക്തി അവർക്ക് കഴിയാവുന്ന തരത്തിൽ ഈ തലം വരെ എത്തിയ ഒരു ഗുരുവിൽ നിന്ന് ആ ബ്രഹ്മചര്യ ജീവിതത്തെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്നു. അതിനെ അഭ്യസിച്ചുകൊണ്ട് കുശലധർമ്മത്തിൽ ആ വ്യക്തി പൂർണ്ണത നേടുന്നു. ആ തരത്തിലുള്ള സമാധിയിൽ തൻ്റെ മനസ്സ് മുഴുകുന്ന സമയത്ത് മനസ്സ് വളരെ പരിശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, അനക്കമില്ലാത്തതാണ്. അതുകൊണ്ട് അവർ തൻ്റെ പൂർവ്വജനങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. അതുമൂലം അവർ തൻ്റെ പഴയ ഒരുപാട് പൂർവ്വജന്മങ്ങളെ ഓർത്തെടുക്കുന്നു. 1, 2, 4, 5, 10, 20, 40, 50, 100, 1000, ലക്ഷം, അനേക കൽപ്പങ്ങളുടെ ഗാലക്സികളുടെ എക്സ്പാൻഷൻ, അനേക കൽപ്പങ്ങളിലെ ഗാലക്സികളുടെ കോൺട്രാക്ഷൻ, അനേക കൽപ്പങ്ങളിലെ ഗാലക്സികളുടെ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, അവിടെ എല്ലാമുള്ള തൻ്റെ ജന്മത്തെ ആ ഭിക്ഷു ഓർത്തെടുക്കുന്നു. ഞാൻ ഇതിനു മുൻപ് ജനിച്ച ആ കുലത്തിൻ്റെ പേര് ഇന്നതായിരുന്നു, എൻ്റെ പേര് ഇന്നതായിരുന്നു, എൻ്റെ വേഷം ഇപ്രകാരമായിരുന്നു എൻ്റെ ഭക്ഷണം, ഇപ്രകാരമായിരുന്നു ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, അതിനുശേഷം ഇപ്രകാരമാണ് എൻ്റെ മൃത്യു ഉണ്ടായത്, അതിനുശേഷം വീണ്ടും ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചു, അവിടെ എൻ്റെ പേര് ഇന്നതായിരുന്നു, ഇന്ന രീതിയിലായിരുന്നു എൻ്റെ വേഷം, ഇന്ന രീതിയിലായിരുന്നു എൻ്റെ ഭക്ഷണം, ഇന്ന രീതിയിലായിരുന്നു ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, അവിടെ നിന്ന് ഞാൻ വീണ്ടും മരിച്ചതിന് ശേഷം ഇന്ന കുലത്തിലാണ് ഞാൻ ജനിച്ചത്. ഇങ്ങനെ എല്ലാ വിശദാംശങ്ങളോടും കൂടി തൻ്റെ പൂർവ്വജന്മങ്ങൾ ആ ഭിക്ഷുവിനെ ഓർത്തെടുക്കാൻ സാധിക്കുന്നു. ഒരു ഗുരു ഇത്തരം ഉയർന്ന അവസ്ഥ നേടിയ ഒരു ഗുരുവിൻ്റെ കീഴിലായിരിക്കണം പ്രജ്ഞയുള്ള ഒരു വിദ്യാർത്ഥി തൻ്റെ ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കേണ്ടത്. ഇതുപോലെ അഭ്യസിച്ചിട്ട് വേണം ഈ ബ്രഹ്മചര്യ ജീവിതം, കുശലകരമായിട്ടുള്ള ഈ ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയാക്കേണ്ടത്. അതായത് ഇവിടെ പറയുന്ന കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മൾക്ക് നമ്മുടെ പൂർവ്വജന്മങ്ങൾ ഓർത്തെടുക്കണം എങ്കിൽ തീർച്ചയായിട്ടും ആ പൂർവ്വജന്മങ്ങൾ ഓർത്തെടുക്കാൻ കഴിവുള്ള ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിലായിരിക്കണം നമ്മൾ അഭ്യസിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിന് കഴിവുണ്ടാകുകയുള്ളൂ. ഇത് സാധാരണ വ്യക്തികൾക്ക് സാധ്യമല്ല. അതുകൂടാതെ ഒരു വ്യക്തി അർഹന്തനായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ കഴിവ് ഉണ്ടാകുകയുള്ളൂ. അർഹന്തനാകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭിക്ഷുവാകണം. അതുകൂടാതെ പലതരം വിമുക്തിയുണ്ട്. അതിൽ പ്രജ്ഞാവിമുക്തി കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഈ തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാകില്ല. ഛേദോ വിമുക്തി കിട്ടുകയാണെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാകുകയുള്ളൂ. അവരുടെ മനസ്സ് ആ തരത്തിലുള്ള ധ്യാനത്തിൽ മുഴുകുന്ന സമയത്ത് അത് ശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, ഇളക്കമില്ലാത്തതാണ്. ആ മനസ്സിനെ പ്രാണികളുടെ ജനനത്തിനും മരണത്തിനും കാരണമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഓർക്കാനായിട്ട് വിനിയോഗിക്കുന്നു.
മനുഷ്യർക്ക് അതീതമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ആ ദിവ്യ ദൃഷ്ടി കൊണ്ട് അവർ പ്രാണികൾ മരിക്കുന്നതും ജനിക്കുന്നതും അവർ കാണുന്നു. താഴ്ന്ന കുലത്തിൽ, ഉയർന്ന കുലത്തിൽ, സുന്ദരരായിട്ട്, അസുന്ദരരായിട്ട്, നല്ല സ്ഥലത്ത്, ചീത്ത സ്ഥലത്ത് പ്രാണികൾ എങ്ങനെയാണ് തൻ്റെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് ജനിക്കുന്നത് എന്ന് ആ ഭിക്ഷുവിന് കാണാൻ സാധിക്കുന്നു. ഈ പ്രാണി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഇത്തരത്തിലുള്ള ചീത്ത പ്രവൃത്തികൾ ചെയ്തു, ആര്യന്മാരെ പറ്റി തെറ്റുകൾ പറഞ്ഞു. അത് കാരണം ഈ വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോൾ നരകത്തിൽ, അധോലോകത്തിൽ പോയിട്ട് ജനിച്ചു എന്ന് ആ വ്യക്തി കാണുന്നു. അതേപോലെ തന്നെ ഈ വ്യക്തി ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്തു, ആര്യന്മാരെ തെറ്റു പറഞ്ഞിട്ടില്ല. അതിനാൽ മരിച്ചതിന് ശേഷം സ്വർഗ്ഗലോകത്തിൽ ജനിച്ചു എന്ന് ഈ ഭിക്ഷു കാണുന്നു. അതിനാൽ എല്ലാ പ്രാണികളും തങ്ങളുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് എന്ന് ആ ഭിക്ഷു അറിയുന്നു. ഒരു പ്രജ്ഞയുള്ള വ്യക്തി ഇത്തരം ഉയർന്ന അവസ്ഥകളിലെത്തിയ ഗുരുവിൻ്റെ കീഴിലായിരിക്കണം തൻ്റെ ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കേണ്ടത്. അത്തരത്തിൽ അഭ്യസിച്ചു കഴിഞ്ഞാൽ മാത്രമേ കുശലകരമായിട്ടുള്ള ഈ ധർമ്മത്തിൽ ആ വ്യക്തിക്ക് തൻ്റെ അഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ മനസ്സ് അത്തരം സമാധിയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അത് പരിശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, അനക്കമില്ലാത്തതാണ്. അവർ ആസവക്ഷയത്തിലേക്ക് ഈ മനസ്സിനെ നയിക്കുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ മനസ്സിലാകുന്നു, ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ്, ഇത് ദുഃഖ നിരോധനത്തിനുള്ള വഴിയാണ്. അവർ സത്യമായിട്ടും ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഇത് ആസവമാണ്, ഇത് ആസവത്തിൻ്റെ സമുദയമാണ്, ഇത് ആസവത്തിൻ്റെ നിരോധമാണ്, ഇത് ആസവത്തിൻ്റെ നിരോധനത്തിലുള്ള മാർഗമാണ്. ഇങ്ങനെ കാണുന്ന സമയത്ത്, അറിയുന്ന സമയത്ത് അവരുടെ മനസ്സ് കാമാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു, ഭവാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു, അവിദ്യാസവത്തിൽ നിന്ന് അവരുടെ ചിത്തം വിമുക്തമാകുന്നു. അവരുടെ ചിത്തം വിമുക്തമാകുന്ന സമയത്ത് അവരുടെ ചിത്തം വിമുക്തമായി എന്ന ജ്ഞാനം അവർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു, പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യ ജീവിതം കഴിഞ്ഞു, എന്തൊന്ന് ചെയ്യണമോ അത് ചെയ്തു, ഇനി മറ്റൊരു പുനർജന്മം എനിക്കില്ല. വിജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരം ഉയർന്ന അവസ്ഥകളിൽ എത്തിയ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ തരത്തിലുള്ള ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കണം. ഈ തരത്തിലുള്ള അഭ്യാസം അഭ്യസിക്കുന്ന സമയത്ത് അവർക്ക് കുശലകരമായിട്ടുള്ള അഭ്യാസത്തിൽ പൂർത്തി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ പറയുന്നത്, നിർവ്വാണം കിട്ടിയ ഒരു വ്യക്തിയുടെ കീഴിലായിരിക്കണം നമ്മൾ ഈ തരത്തിലുള്ള അഭ്യാസം അനുഷ്ഠിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും തെറ്റുപറ്റാനുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആനന്ദഗുരുവേ, ഒരു ഭിക്ഷു ഈ രീതിയിൽ അർഹന്തനായി ആസവങ്ങൾ പരിപൂർണമായിട്ടും ശമിച്ചു, അവരുടെ ബ്രഹ്മചര്യ ജീവിതം അവർ പൂർത്തിയാക്കി, അവർക്ക് എന്തൊന്ന് ചെയ്യണമോ അത് അവർ ചെയ്തു, അവരുടെ ഭാരം ഇറക്കി വെച്ചു, അവരുടെ ലക്ഷ്യം നേടി, അവരുടെ പുനർജന്മത്തിൻ്റെ ബന്ധനങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാക്കി, മുക്തിയിലൂടെ അവർ പരിപൂർണ മുക്തി നേടി, നിബ്ബാണത്തിലൂടെ അവർ പരിപൂർണ മുക്തി നേടി. അത്തരം വ്യക്തികൾക്ക്, അർഹന്തന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിക്കാൻ സാധിക്കുമോ? അതായത് ഒരു വ്യക്തി പൂർണ്ണനായിട്ട് അർഹന്തനായി എന്ന് കരുതുക, മുക്തനായി എന്ന് കരുതുക. അവർക്ക് ഈ 5 ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വരുന്ന സുഖത്തെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. സണ്ടക, ഒരു ഭിക്ഷു അർഹന്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആസവങ്ങൾ ക്ഷയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയാക്കി, എന്തൊന്ന് ചെയ്യണമോ അത് ചെയ്തു, ഭാരം ഇറക്കി, അവരുടെ ലക്ഷ്യം നേടി, പുനർജന്മം ഉണ്ടാക്കുന്ന ബന്ധനങ്ങളെ പരിപൂർണമായിട്ടും അവസാനിപ്പിച്ചു, നിർവ്വാണത്താൽ ശരിയായിട്ടുള്ള മുക്തി നേടി, എങ്കിൽ അവർക്ക് ഈ 5 കാര്യങ്ങളെ ഒരിക്കലും ലംഘിക്കാൻ സാധിക്കില്ല. അതായത് ഇനി പറയുന്ന 5 കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഒരു അർഹന്തൻ്റെ ലക്ഷണമാണ്. അർഹന്തനായിട്ടുള്ള ഒരു ഭിക്ഷുവിന് ഒരു പ്രാണിയെയും കൊല്ലാൻ സാധിക്കില്ല. മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വസ്തുവിനെയും അദ്ദേഹത്തിന് മോഷ്ടിക്കാൻ സാധിക്കില്ല. മൈഥുന ധർമ്മം അല്ലെങ്കിൽ ശാരീരിക സംബന്ധം ആ വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കില്ല. അറിഞ്ഞുകൊണ്ട് ഒരു നുണ പറയാൻ സാധിക്കില്ല. അവർ ഗൃഹസ്ഥനായിരുന്ന സമയത്ത് ചെയ്യുന്നത് പോലെ വസ്തുക്കൾ കൂട്ടിവെച്ച് അതിൽ നിന്ന് ആസ്വാദനം എടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. അതായത് സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. മൊബൈൽ വേണം, ടി വി വേണം, അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു സാധാരണ വ്യക്തി ആഗ്രഹിക്കുന്നു. അതെല്ലാം കൂട്ടിവെക്കുകയും ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്നെല്ലാം ആ വ്യക്തി ആനന്ദം കൊള്ളും. പക്ഷേ ഒരു അർഹന്തനായിട്ടുള്ള വ്യക്തി ഇതിൽ നിന്നൊന്നും തന്നെ ആ വ്യക്തിക്ക് ആനന്ദം ലഭിക്കുന്നതല്ല. വെറും ഭിക്ഷാപാത്രവും ഒരു വസ്ത്രവും മാത്രമായിരിക്കും ആ വ്യക്തിയുടെ കയ്യിലുണ്ടാകുക എന്നാണ് പറയുന്നത്.
അർഹന്തനായിട്ടുള്ള ഒരു ഭിക്ഷുവിന് ഈ 5 കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആനന്ദഗുരു, ഒരു ഭിക്ഷു അർഹന്തനായി എങ്കിൽ അവരുടെ ആസവങ്ങൾ പരിപൂർണമായിട്ടും സമാപ്തമായി എന്ന ജ്ഞാനവും ദർശനവും എല്ലാ സമയത്തും അവരിൽ ഉണ്ടാകുമോ? അവർ നടക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഉണരുന്ന സമയത്തും ഈ തരത്തിലുള്ള ജ്ഞാന ദർശനങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകുമോ? അതായത് പലരും വിചാരിക്കുന്നത് അർഹന്തനായിട്ടുള്ള ഒരു വ്യക്തി എല്ലാ സമയത്തും എല്ലാ കാര്യത്തെയും കാണുകയും അറിയുകയും ചെയ്യുന്നു, ദിവ്യദൃഷ്ടിയുള്ള വ്യക്തിയാണ്, എല്ലാ കാര്യങ്ങളെയും എല്ലാ സമയത്തും ആ വ്യക്തി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പലരുടെയും ധാരണ. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. അവർ നടക്കുകയാണെങ്കിൽ നിൽക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും ഉണരുകയാണെങ്കിലും അവർക്ക് ഈ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിഞ്ഞുകൊണ്ടേയിരിക്കാൻ സാധിക്കുമോ, കണ്ടുകൊണ്ടേയിരിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ സണ്ടക, ഞാൻ താങ്കൾക്ക് ഒരു ഉപമ ഉപദേശിച്ചു തരാം. വിവേകമുള്ള ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഉപമ കൊണ്ട് കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാകും. ഉദാഹരണമായിട്ട് കൈയും കാലും മുറിച്ച് മാറ്റപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് എന്ന് കരുതുക. ആ വ്യക്തി നടക്കുകയും നിൽക്കുകയും ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് തൻ്റെ 2 കാലുകളും 2 കൈകളും നഷ്ടപ്പെട്ടു എന്ന ആ ജ്ഞാനം, ആ ദർശനം അവരിൽ തുടർച്ചയായിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി പരിശോധിക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് അതിനെപ്പറ്റിയുള്ള അറിവുണ്ടാകുന്നത്? അങ്ങനെയാണോ? ആനന്ദഗുരു, തൻ്റെ കൈയും കാലും നഷ്ടമായി എന്ന അറിവ് അവരിൽ തുടർച്ചയായിട്ട് അവർക്ക് ഉണ്ടാകുകയില്ല. പക്ഷേ അത് പരിശോധിക്കുന്ന സമയത്ത് മാത്രമാണ് എൻ്റെ കൈയും കാലും നഷ്ടമായി എന്ന അറിവ് അവരിൽ ഉണ്ടാകുക. അതുപോലെ തന്നെയാണ് സണ്ടക, ഒരു ഭിക്ഷു അർഹന്തനായി ആസവക്ഷയം ഉണ്ടായി എന്ന ജ്ഞാനവും ദർശനവും അവരിൽ ഉണ്ട്. എന്നാൽ നടക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഉണരുന്ന സമയത്തും ആ ആസവങ്ങൾ നഷ്ടമായി എന്ന ആ ജ്ഞാനം തുടർച്ചയായിട്ട് അവരിൽ ഉണ്ടാകുന്നതല്ല. അവർ അതിനെ പരിശോധിക്കുന്ന സമയത്താണ് ആസവക്ഷയം തനിക്ക് ഉണ്ടായി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. ആനന്ദഗുരു, ഈ ധർമ്മവിനയത്തിൽ എത്ര പേർക്ക് മുക്തി ലഭിച്ചിട്ടുണ്ട്? സണ്ടക, ഈ ധർമ്മവിനയത്തിൽ 100 പേർക്കല്ല, 200, 300, 400, 500 പേർക്കല്ല, അതിനേക്കാളും എത്രയോ അധികം പേർക്ക് ഈ ധർമ്മമാർഗത്തിലൂടെ മുക്തി ലഭിച്ചിട്ടുണ്ട്. ആശ്ചര്യംബോ ആനന്ദ, അത്ഭുതംബോ ആനന്ദ. ആനന്ദഗുരു, ഇത് ആശ്ചര്യകരമാണ്, ഇത് അത്ഭുതകരമാണ്. സ്വന്തം ധർമ്മത്തെക്കുറിച്ച് ഒരു പ്രശംസയും ഇവിടെയില്ല. മറ്റുള്ളവരുടെ ധർമ്മത്തെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള സംസാരങ്ങളും ഇവിടെയില്ല. ധർമ്മത്തിനെ ധർമ്മത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിപ്പിച്ചിരിക്കുന്നത്. അതുമൂലം ഒരുപാട് പേർക്ക് ആ മുക്തി തിരിച്ചറിയാൻ സാധിക്കുന്നു. എന്നാൽ ഈ ആജീവിക സന്യാസിമാർ, അവർ തങ്ങളെ തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. അവരിൽ 3 പേർ മാത്രമാണ് മുക്തരായിട്ടുള്ളത് എന്ന് അവർ പറയുന്നു. നന്ദവെച്ച, കിസാസംഗിച്ച, മക്കലി ഗോസാല. അതിനുശേഷം പരിവ്രാജകനായിട്ടുള്ള ആ സണ്ടകൻ സ്വന്തം സന്യാസി സമൂഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തുക്കളെ, ശ്രമണ ഗൗതമൻ്റെ കീഴിൽ നിങ്ങൾ ബ്രഹ്മചര്യ ജീവിതം അഭ്യസിക്കുക. എനിക്ക് ലഭ്യമായിട്ടുള്ള ഈ ലാഭത്തെ, സത്കാരത്തെ, പ്രസിദ്ധിയെ ഉപേക്ഷിക്കുക എന്നത് എനിക്ക് അത്ര എളുപ്പമല്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമണ ഗൗതമൻ്റെ കീഴിൽ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം നയിക്കുക. ഇങ്ങനെയാണ് ആ പരിവ്രാജകനായിട്ടുള്ള സന്തകൻ തൻ്റെ സന്യാസി സമൂഹത്തെ ശ്രമണ ഗൗതമൻ്റെ കീഴിൽ ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കാൻ പ്രേരിപ്പിച്ചത്. സണ്ടകസൂത്തം നിശ്ചിതം. പലതരത്തിലുള്ള ദർശനങ്ങളെക്കുറിച്ച്, സമ്പ്രദായങ്ങളെക്കുറിച്ച്, വാദങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പലതരം വാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപയോഗപ്രദമായിരിക്കും. അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. ഇതേപോലുള്ള അനേകം തത്വശാസ്ത്രങ്ങൾ ബ്രഹ്മജാല സൂത്തം എന്ന് പറയുന്ന ഒരു സൂത്രത്തിലുണ്ട്. താല്പര്യമുള്ളവർ അത് വായിക്കുക. അതിനെ തർജ്ജമ ചെയ്തിട്ടില്ല, അത് ദീർഘനികായിലാണ് ഉള്ളത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേമാതിരിയുള്ള കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പസമയത്തേക്ക് നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും
ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.